2025 തുടക്കത്തിൽ തന്നെ OnePlus ഒരു പുതിയ സ്മാർട്ട് ഫോണുമായിട്ട് വന്നിരിക്കുകയാണ്. അവരുടെ നമ്പർ സീരീസിലെ OnePlus 13 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിൻഗാമി ആയിരുന്ന OnePlus 12 ആണ് എൻ്റെ ഇടത് കയ്യിലിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ മോസ്റ്റ് അണ്ടർ റേറ്റഡ് സ്മാർട്ട് ഫോൺ ആയിട്ട് മാറിയ ഒരു ഫോണായിരുന്നു. അതായത് ഒരുപാട് വാല്യൂസ് ഈ ഒരു ഫോൺ ഉണ്ടായിരുന്നെങ്കിലും അധികം ആരും അത്ര കണ്ട് ശ്രദ്ധ കൊടുക്കാതെ പോയ ഒരു സ്മാർട്ട് ഫോണും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്മാർട്ട് ഫോണുമായിരുന്നു OnePlus 12. അതിന്റെ പിൻഗാമിയായിട്ട് OnePlus 13 OnePlus അണിയിച്ച് ഒരുക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ OnePlus 12 നിന്ന് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു OnePlus നമ്പർ സീരീസിൽ ഇത്തരത്തിലൊരു വീഗൻ ലെതർ ഫിനിഷുമായിട്ടാണ് ഇത്തവണ OnePlus 13 വന്നിരിക്കുന്നത്. പല സ്മാർട്ട് ഫോണുകളും നമ്മൾ വീഗൻ ലെതർ ഫിനിഷുമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഈ ഒരു വീഗൻ ലെതർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ഫീൽ നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ലൈനും ഹാസിൽ ബ്രാൻഡ് ലോഗോയും ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ ക്യാമറ മൊഡ്യൂളിന്റെ ആ ഒരു പ്രൊജക്ഷൻ മറ്റ് പല ബ്രാൻഡ് ഫോണുകളുടെയൊക്കെ ഒരു ക്യാമറ മൊഡ്യൂളിന്റെ പ്രൊജക്ഷനേക്കാൾ വളരെ കുറവാണ് ഇത്തവണ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ആ ഒരു പ്രൊജക്ഷൻ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ OnePlus 13 12 കുറച്ചുകൂടി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടി ഒരു ഇൻഹാൻഡ് ഫീൽ ഒക്കെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ സൈഡൊക്കെ കണ്ടില്ലേ, OnePlus 12 ഇത്തരത്തിലൊരു കർവ്ഡ് ആയിട്ടുള്ള എഡ്ജസ് ആണ് നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി കയ്യിൽ ഹോൾഡ് ചെയ്യാൻ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് രീതിയിലേക്ക് മാറി. മെറ്റാലിക് ഫ്രെയിമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് ചുറ്റും നൽകിയിരിക്കുന്നത്. അതുപോലെ അലർട്ട് സ്ലൈഡർ, OnePlusന്റെ ഐക്കോണിക് അലർട്ട് സ്ലൈഡർ എന്തായാലും OnePlus 13 എന്ന ഈ ഒരു ഫോൺ അത് നൽകിയിട്ടുണ്ട്. അതുപോലെ IR ബ്ലാസ്റ്ററും ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിട്ടുണ്ട്. സിം കാർഡിനെ കുറിച്ച് പറഞ്ഞാൽ ഡ്യുവൽ നാനോ സിം ട്രേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. 8.9 mm തിക്നെസ്സും 210 ഗ്രാമുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ്. അതുപോലെ OnePlus 12 വന്നിട്ട് നോക്കി ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നെങ്കിലും കുറച്ചുകൂടി ആ ഒരു കർവ് വിസിബിൾ ആണ്. എന്നാൽ ഇവിടെ OnePlus 13 കാര്യത്തിൽ ഇത്തരത്തിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും അത് ഈ പറഞ്ഞ ഒറ്റ നോട്ടത്തിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണെന്ന് തോന്നുകയില്ല. ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേയുടെ ഗുണം ചെയ്യുകയും എന്നാൽ കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ടുള്ള അതും ക്വാഡ് കർവ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് ഇവിടെ OnePlus 13 നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കർവ്ഡ് ആണെന്ന് വെച്ചാൽ കർവ്ഡ് ആണ്, എന്നാൽ ഫ്ലാറ്റ് അല്ലെന്ന് വെച്ചാൽ ഫ്ലാറ്റ് ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗെയിമിംഗ് കളിക്കുന്നവർക്ക് സാധാരണ കർവ്ഡ് ഡിസ്പ്ലേ അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇത്തരത്തിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള കർവ്ഡ് ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ ഫ്ലാറ്റ് ഡിസ്പ്ലേയുടെ ഒരു ഗുണം ചെയ്യുകയും ചെയ്യും, എന്നാൽ ഒരു ബെസൽലെസ് അനുഭവം നൽകുകയും ചെയ്യും. നല്ലൊരു ബെസൽലെസ് ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് OnePlus നൽകിയിരിക്കുന്നത്. ഈ പറഞ്ഞ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ അതിപ്പോൾ 2025 വരാൻ പോകുന്ന ഇനിയുള്ള പല ഫോണുകളുടെയും ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റഡ് ഡിസ്പ്ലേ ടൈപ്പായിട്ട് ഈ ഒരു ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം പല ഫോണുകളും ഇപ്പോൾ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേയിലാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഫോൺ വളരെ സ്മൂത്ത് ആണെന്ന് പറയാതെ വയ്യ. അതുപോലെ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്തു, ഓക്കെയാണ്. വ്യൂയിങ് ആംഗിൾ എല്ലാം പക്കയാണ്, അതിനകത്തൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഈ ഒരു ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെയും പൊസിഷൻ കണ്ടില്ലേ, ഒരുപാട് മുകളിലായിട്ടാണ്. അതായത് നമുക്ക് ഈ വിരലിങ്ങനെ താത്ത് കൊണ്ടുവന്ന് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും വരുത്തുന്നില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ തരത്തിലാണ് ആ ഒരു ഫിംഗർ പ്രിന്റിന്റെ പൊസിഷനിങ് നൽകിയിരിക്കുന്നത്. അത് OnePlusന്റെ മുൻകാല ഫോണുകളിലും ഇത്തരത്തിൽ ആ ഒരു ഫിംഗർ പ്രിന്റ് പൊസിഷൻ പ്രോപ്പറായിട്ടാണ് നൽകാറുള്ളത്. ഫോണിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. അത് ഓഫായി പോകില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് സെറ്റിംഗ്സിൽ കയറി ഓൾവേസ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ടൈം നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 2K റെസൊല്യൂഷൻ ആണ്. അതുപോലെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. HDR സപ്പോർട്ടും എല്ലാം ഈ ഒരു ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ടോപ്പ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് എന്തായാലും OnePlus 13 നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം OnePlus 12 ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് അതിന്റെ ക്യാമറ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഇത്തവണ OnePlus 13 വന്നപ്പോൾ OnePlus 12ന്റെ ക്യാമറയേക്കാൾ ഫാർ ബെറ്റർ ആയി, കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടാണ് ഇത്തവണ OnePlus 12 ക്യാമറ അവർ ട്യൂൺ ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ കാണുന്ന ഫോട്ടോ, ഇടത് സൈഡിൽ കാണുന്നത് OnePlus 12 എടുത്തതും വലത് സൈഡിൽ കാണുന്നത് OnePlus 13 എടുത്തതാണ്. അതിനകത്ത് ആ ഒരു സ്കിൻ കളർ ടോൺ പോലും കാര്യമായിട്ട് OnePlus 13 ഇംപ്രൂവ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കിൻ ടോണിലേക്ക് OnePlus 12 വന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരം ഫോട്ടോകളിലെല്ലാം ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ OnePlus 13 കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫോണിൽ ഇതുപോലെ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ഒരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് ഫോട്ടോ ബെറ്റർ ആക്കുന്നത്. നമ്മൾ ഇതിന്റെ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് അത്ര ബെറ്റർ ആയിട്ട് തോന്നില്ല. പക്ഷേ എടുത്തു കഴിയുമ്പോൾ മാരകമായ രീതിയിൽ അത് പ്രോസസ് ചെയ്ത് ബെറ്റർ ആക്കി തരുന്നത്. എക്സ്പെഷ്യലി ഈ കാണുന്ന ഫോട്ടോയിൽ ആ ക്ലൗഡ്സ് ഒക്കെ കണ്ടില്ലേ, ആ കൃത്യമായിട്ട് നമുക്ക് വിസിബിൾ ആകുന്നുണ്ട്. അതിൻ്റെ ആ HDR എഫക്റ്റ് ഒക്കെ ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ഡൈനാമിക് റേഞ്ച് കൃത്യമായിട്ട് ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. നല്ല ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകുന്നത്. ഈ പറഞ്ഞ പോലെ അധികം കുറ്റമൊന്നും പറയാനില്ലാത്ത ഫോട്ടോസ് തന്നെ എന്തായാലും നൽകുന്നുണ്ട്. അതുപോലെ സെൽഫി ഫോട്ടോകളും നേരത്തെയുള്ള OnePlus ഫോണുകളുടെയൊക്കെ സെൽഫി കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ഫീൽ വരാറുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, നല്ല സെൽഫി ഫോട്ടോകൾ തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. എന്തായാലും എനിക്ക് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ക്യാമറ ഓവറോൾ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറ്റം പറയാനൊന്നുമില്ല. അതുപോലെ വീഡിയോ ആയാലും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോകളാണ് നൽകുന്നത്. പക്ഷേ ഐഫോണിൻ്റെ വീഡിയോ ആയിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യേണ്ട എങ്കിലും ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെയാണ്. കാരണം ഐഫോണിൻ്റെ ടോപ്പ് ഫോണുകളുടെ വില എന്ന് പറയുന്നത് എങ്ങനെയായാലും 1,40,000 ഒരു പ്രൈസ് റേഞ്ച് ആവും. അതിൻ്റെ പകുതിയിൽ താഴെ മാത്രം വിലയുള്ള ഒരു ഫോണാണല്ലോ OnePlus 13 ആവുക. അതുകൊണ്ട് തന്നെയും ഐഫോണുമായിട്ട് ഒരിക്കലും വീഡിയോയിൽ നിന്നും കമ്പയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും മികച്ച ഫോട്ടോകളും വീഡിയോകളും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അതുപോലെ ലോ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോകൾ, അതും എടുത്തു പറയേണ്ട
പറയേണ്ട ഒരു കാര്യമാണ്. അധികം ഗ്രെയിൻ ഒന്നും ഇല്ലാതെ മനോഹരമായിട്ടുള്ള ഇത്തരം ലോ ലൈറ്റ് ഫോട്ടോകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ OnePlus 12ന്റെ ഇപ്പോഴുള്ള ക്യാമറ പെർഫോമൻസിനേക്കാളും മികച്ച പെർഫോമൻസ് ഈ ഒരു OnePlus 13 എന്തായാലും നൽകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഫോണിന്റെ കയ്യിൽ ഞാൻ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയോണ്ട് തന്നെ കുറച്ചധികം ഫോട്ടോകൾ എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ എന്തായാലും സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ ബോക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എഫക്റ്റ് നാച്ചുറലായിട്ട് തന്നെ വീഡിയോയിൽ പോലും ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകുന്നുണ്ട്. അതുപോലെ HDR വീഡിയോകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബാക്കിൽ 8K 30 FPS വരെ ഷൂട്ട് ചെയ്യാം. മറ്റൊരു പ്രത്യേകത, ബാക്കിലും ഫ്രണ്ടിലുമുള്ള എല്ലാ ക്യാമറകളിലും നമുക്ക് 4K 60 FPS സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ബാക്കിലെ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറഞ്ഞാൽ 3 ക്യാമറകളാണ്. 50 മെഗാ പിക്സൽ പ്രൈമറി, 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ, 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ. കഴിഞ്ഞ OnePlus 12ൽ ഒരു 64 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ സെൻസർ ആയിരുന്നു. അവിടെ നിന്നും 50ലേക്ക് ആ ഒരു നമ്പർ കുറഞ്ഞെങ്കിലും ക്വാളിറ്റി വൈസിലൊന്നും അങ്ങനെ കുറവ് വന്നിട്ടില്ല, അല്പം കൂടി കൂടിയിട്ടേ ഉള്ളൂ. അതുപോലെ 32 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് ഇത്തരത്തിൽ സെൻട്രൽ പഞ്ച് ഹോൾ ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച പ്രോസസർ തന്നെയാണ് OnePlus 13ൽ നൽകിയിരിക്കുന്നത്. സ്നാപ്ഡ്രാഗന്റെ 8 Elite എന്ന് പറയുന്ന പ്രോസസർ. ഈ ഒരു പ്രോസസർ ഉപയോഗിച്ചുള്ള കുറച്ച് ഫോണുകൾ നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് വരുത്തുന്നില്ല. സ്നാപ്ഡ്രാഗന്റെ മുൻകാല ടോപ്പ് പ്രോസസറുകളെ അപേക്ഷിച്ച് 8 Elite എന്ന് പറയുന്ന ഈ ഒരു പ്രോസസർ ഏകദേശം 2.8 മില്യൺ AnTuTu സ്കോർ ആണ് ഈ ഒരു പ്രോസസർ OnePlus 13 നൽകുന്നത്. ഈ ഒരു ഫോണിനകത്ത് ഗ്രാഫിക്സ് സ്മൂത്തിൽ, ഫ്രെയിം റേറ്റ് അൾട്രാ എക്സ്ട്രീമിൽ, അതായത് 120 FPS ഈ ഒരു ഫോണിൽ നമുക്ക് ഗെയിം പ്ലേ സാധ്യമാണ്. ആ സെറ്റിംഗിൽ പോലും, അതായത് 120 FPS ഫ്രെയിം റേറ്റിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഗെയിം പ്ലേ ചെയ്യുമ്പോഴും ഒരു ലാഗോ ഇഷ്യൂസോ ഒന്നുമില്ല. വളരെ 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 സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടുന്നത്. ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല. അതിമനോഹരമായിട്ടുള്ള ഒരു ഗെയിമിംഗ് ഡിവൈസ് തന്നെയാണ് OnePlus 13. അതുപോലെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, 24 GB റാം വരെയാണ് ഇതിന്റെ ടോപ്പ് റാം വേരിയന്റ് നൽകുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഡേ ടു ഡേ യൂസിലൊന്നും വലിയ ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ ചില ഫോണുകളെങ്കിലും ഫോട്ടോകളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഫോൺ ചൂടാറുണ്ട്. അങ്ങനെയുള്ള ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഈ ഒരു ഫോണിനകത്ത് അനുഭവിക്കാൻ സാധിച്ചില്ല. അതുപോലെ 1 TB വരെയാണ് ഇതിന്റെ ഒരു സ്റ്റോറേജ് ഓപ്ഷൻ. LPDDR5X റാം ആണ്. അതുപോലെ UFS 4 ആണ് ഇതിന്റെ ഒരു സ്റ്റോറേജ് ടൈപ്പ്. മറ്റു ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ കാണുന്ന ഒരു IP റേറ്റിംഗ് ആണ് IP69. അത് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് IP69 ആൻഡ് IP68 ഇങ്ങനെ 2 റേറ്റിംഗ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ IP69 കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷറിൽ ഹോട്ട് വാട്ടർ വീണാൽ പോലും IP69 റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെയും ഫോണിന് യാതൊരു പ്രശ്നമില്ല. IP68 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും നല്ല ഡസ്റ്റ് പ്രൊട്ടക്ഷനും അതുപോലെ 30 മിനിറ്റോളം വെള്ളത്തിൽ ഇട്ട് വെച്ചാലും യാതൊരു പ്രശ്നവും ഈ ഒരു ഫോണിന് വരില്ല. അതുപോലെ ഇതിനകത്ത് ഈ ഡിസ്പ്ലേയിൽ വെള്ളത്തുള്ളികൾ ഇരിക്കുമ്പോൾ പോലും കൃത്യമായിട്ട് ടച്ച് വർക്ക് ചെയ്യുന്ന ആ ടെക്നോളജിയൊക്കെ ഈ ഒരു ഫോണിനകത്തും അത് കൊടുത്തിട്ടുണ്ട്. അത് മുൻകാല OnePlus ഫോണുകളിലും ഒക്കെ നൽകിയിരുന്ന ഒരു ടെക്നോളജിയാണ് അതും ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ NFC സപ്പോർട്ട് ഉണ്ട്. NFC ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമല്ല, ഏകദേശം ഈ ഒരു ഫോണിന്റെ ബാക്ക് സൈഡ് മൊത്തത്തിൽ ലഭിക്കുന്ന തരത്തിലാണ് നൽകിയിരിക്കുന്നത്. എവിടെ ടാപ്പ് ചെയ്താലും നമുക്ക് ആ ഒരു NFC വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇതിന് Wi-Fi 7 ലേറ്റസ്റ്റ് Wi-Fi 7 ആണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് മൾട്ടിമീഡിയ നോക്കുമ്പോൾ സ്റ്റീരിയോ സ്പീക്കറാണ്. വോളിയം ഓക്കെയാണ്, സൗണ്ട് ക്വാളിറ്റിയും ഓക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. അതിനകത്തൊന്നും വലിയ കുറ്റങ്ങളൊന്നും പറയാനില്ല. അതുപോലെ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് മനോഹരമാണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ ഒരു ബെസൽലെസ് ഡിസ്പ്ലേ, ഈ ഒരു ക്വാഡ് കാർബൺ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും നല്ല രീതിയിൽ നമുക്ക് മൂവി വാച്ചിങ് ഒക്കെ ഒരു ബെസൽലെസ് ഡിസ്പ്ലേ അനുഭവം സമ്മാനിക്കുന്നുണ്ട്. ബാറ്ററി ഇപ്പോൾ വരുന്ന സ്മാർട്ട് ഫോണുകൾ, അതായത് ഇനി 2025 ഇറങ്ങാൻ പോകുന്ന സ്മാർട്ട് ഫോണുകൾ കൂടുതലും ബാറ്ററി കപ്പാസിറ്റി ഒരു 6000 mAh സ്റ്റാൻഡേർഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്ന ലിഥിയം അയോൺ ബാറ്ററി മാറി ഇപ്പോൾ സിലിക്കൺ കാർബൺ എന്ന് പറയുന്ന ബാറ്ററിയാണ് ഇപ്പോൾ ഉള്ള ഫോണുകൾ യൂസ് ചെയ്യുന്നത്. പുതിയ ടെക്നോളജി, അതിനകത്തുള്ള ചാർജ് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ചെറിയ സൈസിൽ കൂടുതൽ mAh ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലുള്ള ബാറ്ററികളാണ് സിലിക്കൺ കാർബൺ ബാറ്ററി. അതാണ് ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകളിലും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോണിന് വെയിറ്റ് കൂടാതെ തന്നെ 6000 mAh ബാറ്ററി ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ തന്നെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ബാറ്ററി ലൈഫ് ഞാൻ ഈ ഒരു ഫോൺ കഴിഞ്ഞ ദിവസങ്ങൾ ഉപയോഗിച്ചപ്പോൾ കുഴപ്പമില്ല. ഈ പറഞ്ഞ 6000 mAh ആണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന 5000 mAh ഫോണുകൾ നൽകുന്ന ഒരു ബാറ്ററി ലൈഫാണ് നൽകുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയി കാണുമെന്ന് വരുന്നത്. അതായത് ഒരു 6000 mAhന്റെ 1000 mAh കൂടുതലുള്ള ഒരു ഫീൽ ഒന്നും കിട്ടുന്നില്ല. ഒരു 5000 mAhന്റെ, അതായത് ഒരു ദിവസം 1.5 ദിവസത്തെ ബാറ്ററി ലൈഫാണ് കിട്ടുന്നത് ഒരു മോഡറേറ്റ് യൂസിൽ. അടുത്തായിട്ട് സോഫ്റ്റ്വെയർ സൈഡ്, അതാണ് OnePlus ഫോണിന്റെ മറ്റൊരു ഹൈലൈറ്റ്. OxygenOS വളരെ ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇത്രയും ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല ബൈ ഡിഫോൾട്ട് ഈ ഒരു ഫോണിനകത്ത്. നോ ബ്ലോട്ട്വെയർസ്, അതൊരു വലിയ കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ സിം കാർഡ് ഇട്ട് ഉപയോഗിച്ചത് കൊണ്ട് തന്നെയും എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇതിനകത്ത് കാണുന്നത്. പക്ഷേ
ഉറപ്പിച്ച് പറയുന്നു. ഒരു ബ്ലോട്ട് വേസും ഈ ഒരു ഫോണിനകത്തില്ല. ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ഒന്നുമില്ല. ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. അതുപോലെ തന്നെ നിരവധി AI ഫീച്ചറുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് OnePlus നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ സാംസങ് ഫോണുകളിലൊക്കെ കണ്ട് പരിചയിച്ച സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഫീച്ചർ ഒക്കെ ഈ ഒരു AIയുടെ ഭാഗമായിട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തപ്പോൾ കണ്ടില്ല, ഇവിടെ ഒരു ലൈറ്റ് ഫ്ലെയർ അടിക്കുന്നുണ്ട് അല്ലേ, ഒരു റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഫോട്ടോസ് ആപ്പിൽ വന്ന് എഡിറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് AI എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു AI എഡിറ്റർ പ്രകാരം നമുക്ക് ഇവിടെ AI റിഫ്ലക്ഷൻ ഇറേസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഫോട്ടോ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ആ കണ്ട ലൈറ്റ് ഫ്ലെയർ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ കാണും. ഇപ്പോൾ ഈ ഇടത് സൈഡിൽ കാണുന്നത് ആ ലൈറ്റ് ഫ്ലെയർ ഒഴിവാക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആണ്. ഇപ്പോൾ വല സൈഡിലേക്ക് നമ്മൾ AI ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു റിഫ്ലക്ഷൻ ഒഴിവാക്കിയ ഫോട്ടോ ആണ് കാണുന്നത്. അപ്പോൾ ഇത്തരം AI ഫീച്ചറുകൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും OnePlus നൽകിയിട്ടുണ്ട്. 4 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ നിലവിൽ ആൻഡ്രോയിഡ് 15 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. ആൻഡ്രോയിഡ് 19 വരെ ഈ ഒരു ഫോണിൽ കിട്ടും. 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് OnePlus നൽകും. അതുപോലെ നമ്മുടെ മലയാളികൾ പലരും തിരക്കുന്ന ഒരു കാര്യമാണ് കോൾ റെക്കോർഡിംഗ് ഫോണിനകത്ത് ഉണ്ടോ എന്നുള്ളത്. ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ കോൾ റെക്കോർഡിംഗ് ഉണ്ട്. പക്ഷേ ഓർക്ക് അൺനോൺ നമ്പേഴ്സിൽ നിന്ന് കോൾ വരുമ്പോഴാണ് ഇത്തരത്തിൽ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് അൺനോൺ നമ്പേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓർക്കണം, അൺനോൺ നമ്പർ ആണെങ്കിലും അങ്ങേ തലയിൽ വിളിച്ച് പറയും കോൾ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇതുപോലൊരു വലിയ ബോക്സിലാണ് OnePlus നമുക്ക് ഇത്തവണ പ്രോഡക്റ്റുകളെല്ലാം അയച്ചു തന്നിരിക്കുന്നത്. നോക്കി, ഇവിടെ OnePlusന്റെ ലോഗോ വലിയ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ മേലിൽ തന്നെ നമുക്ക് ഇവിടെ OnePlus 13, അതുപോലെ OnePlus 13R, OnePlus Buds Pro 3യുടെ ഒരു പുതിയ കളർ വേരിയന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് പുറത്തേക്ക് എടുക്കാം. ഇവിടെ ഈ ബോക്സിന്റെ താഴെ ഒരു ഡ്രോ പോലെ നമുക്ക് ഇങ്ങനെ വലിച്ച് ഓപ്പൺ ചെയ്താൽ അടിപൊളി. ഇതിനകത്തുള്ളത് 2 കേസുകൾ കൊടുത്തിട്ടുണ്ട്. വുഡ് ഗ്രെയിൻ മാഗ്നറ്റിക് ഹാഫ് പാക്ക് കേസും അതുപോലെ അരാമിഡ് ഫൈബർ മാഗ്നറ്റിക് കേസ്. 2 OnePlus 13ൻ്റെതാണ്. ഇത് 2 കൊടുത്തിട്ടുണ്ട്. അതുപോലെ OnePlusന്റെ എയർബുക്ക് 50 വാട്ടിന്റെ മാഗ്നറ്റിക് ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇൻസുലേറ്റഡ് കോഫി ട്രാവൽ ടംബ്ലറും കൊടുത്തിട്ടുണ്ട്. എല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിനകത്ത് ഉള്ളത്. അപ്പോൾ ഓർക്കുക, ഇത് ഫോൺ വാങ്ങുന്നവർക്ക് ഇതെല്ലാം ഒന്നും കിട്ടത്തില്ല. ഇത് മീഡിയ ഇൻവൈറ്റ് ബോക്സ് എന്ന നിലയിലാണ് വന്നിരിക്കുന്നത്. ആദ്യം ഇന്ന് നമ്മൾ OnePlus 13 അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലുള്ള ചുവപ്പ് കളർ ബോക്സിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ OnePlus 13 സൈഡിൽ എഴുതിയിട്ടുണ്ട്. അകത്ത് കറുപ്പ് കളറിലെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അകത്തും 13 എന്ന് എഴുതിയിട്ടുണ്ട്. നെവർ സെറ്റിൽ എന്ന് പറയുന്ന പേപ്പർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സിം ഇജക്ടർ പിൻ, അതുപോലെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫോർമേഷൻ, പിന്നീട് ഇതിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ബ്ലൂ കളർ ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. ഇതേ ഇരിക്കുന്നു ഫോൺ, അതിലേക്ക് വരാം. വേറെ ഉള്ളത് ഇതിൻ്റെ ഒരു ചാർജർ, 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ബ്രിക്കാണ്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടി A to C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. C to C കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. കാരണം OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ് 13 സീരീസ് ഫോൺ. അതിനകത്ത് C to C മുൻകാലങ്ങളിലൊക്കെ C to C ആയിരുന്നു എന്ന് ഓർക്കുന്നു. എനിവേ, A to C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫോണിലേക്ക് വരാം. ഇതായിരിക്കുന്നു, നല്ല ഒരു ക്വാളിറ്റി പേപ്പറിൽ റാപ്പ് ചെയ്ത് ഫോൺ വെച്ചിട്ടുണ്ട്. യെസ്, OnePlus 13. ഓക്കെ, മനോഹരമായിട്ടുള്ള ലെതർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഹാസൽബ്ലാഡിൻ്റെ ലോഗോ കാണാം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. മുൻകാല OnePlus നമ്പർ സീരീസ് ഫോണുകളെ അപേക്ഷിച്ച് നല്ല ഒരു ലൈറ്റ് വെയിറ്റ് ഫീൽ ഉണ്ട്. ഇത്തരത്തിലൊരു കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് ഫോൺ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു വില. പക്ഷേ OnePlus 12 ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 60,000 രൂപയ്ക്കാണ്. 59,999 രൂപയ്ക്കാണ് ബേസ് വേരിയൻറ്റ്. എങ്ങനെയായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 5,000 രൂപയുടെ ചിലപ്പോൾ കൂടുമായിരിക്കും. എന്തായാലും 60,000-ന് മുകളിൽ നിൽക്കുന്ന ഒരു പ്രൈസ് ആയിരിക്കും എന്തായാലും OnePlus 13 നൽകുന്നത്. ഓർക്കണം, 1 ലക്ഷം വിലയുള്ള S24 Ultra, 1,40,000 വിലയുള്ള ഐഫോണിനോടൊക്കെ ഇല്ലേ ആ ഫീച്ചർ വൈസ് കിടപിടിക്കുന്ന ഒരു ഫോണാണ് OnePlus 13 എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് അതിനോട് അടുത്ത് നിൽക്കുന്നു. പക്ഷേ പ്രൈസിങ് ഈ പറഞ്ഞ ഒരു 60 റേഞ്ചുകളിൽ അല്ലെങ്കിൽ 60, 65, 70-നകത്തായിരിക്കും എന്നാണ് ഒരു പ്രതീക്ഷ. ആ ഒരു റേഞ്ചിലാകാനാണ് OnePlus 13ൻ്റെ ഒരു സാധ്യത. അപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് വേണമെങ്കിൽ OnePlus 13 എന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും.